ശ്രീരാമനെ സീതയെയും ലക്ഷ്മണനെയും വിളിച്ച് രാമ രാമ എന്ന് വിളിച്ച് വിലപിച്ചും കൊണ്ടാണ് ദശരഥൻ ഇഹലോകവാസം വെടിഞ്ഞത്. ഉടനെ തന്നെ ഭരതനെയും ശത്രുഘ്നെയും മാതാവിൻ്റെ ഗൃഹത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. ഒന്നും അറിയാത്ത അവർ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അത്യധികം ദുഃഖിച്ചു. മാതാവാണ് ഇതിന് കാരണമെന്നറിഞ്ഞ് ഭരതൻ കൈകേയി മാതാവിനോട് കഠിനമായി കോപം കൊണ്ടു. വസിഷ്ഠ മഹർഷി പ്രാണൻ പോലും ത്യജിക്കാൻ തയ്യാറായി എന്നാണ് പറയുന്നത്. അപ്പോൾ വസിഷ്ഠ മഹർഷി ഭരതനെ ആശ്വസിപ്പിച്ചു. പിന്നീട് പിതാവിൻ്റെ സംസ്കാര കർമ്മങ്ങളെല്ലാം ഭരതനും ശത്രുഘ്നും കൂടി ചെയ്തു. ഭരതൻ അതിനുശേഷം താമസവേഷം ധരിച്ച് അവിടെയുള്ള മാതൃജനങ്ങളോടും പൗരന്മാരോടും കൂടി ശ്രീരാമസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഭരതൻ യാത്രയാവുന്നത്. അങ്ങനെ വനത്തിലൂടെ സഞ്ചരിച്ച് ശ്രീരാമൻ്റെ ശ്രീരാമൻ താമസിക്കുന്ന ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ശ്രീരാമനെ കണ്ടപ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് പാദനമസ്കാരം ചെയ്ത് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ശ്രീരാമനോട് ഭരതൻ ആ പിതാവിൻ്റെ ചരമവാർത്ത അറിയിച്ചു. അപ്പോൾ രാമദേവൻ കൊച്ചുകുട്ടികളെപ്പോലെ മനുഷ്യഭാവത്തിൽ പൊട്ടിക്കരഞ്ഞു. അങ്ങ് എൻ്റെ കൂടെ വന്ന് അയോധ്യയിൽ ചെന്ന് രാജ്യം ഭരിക്കണം. അങ്ങേക്ക് പകരം ഞാൻ വനവാസം അനുഷ്ഠിച്ചോളാം. പക്ഷേ ശ്രീരാമൻ അത് കൂട്ടാക്കിയില്ല. കാരണം പിതാവിൻ്റെ ആഗ്രഹമാണ് നീ രാജ്യം ഭരിക്കണമെന്നും ഞാൻ 14 കൊല്ലം വനവാസം അനുഷ്ഠിക്കണമെന്നും. അത് നമ്മൾ അനുസരിക്കണം. 14 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ തിരികെ വന്ന് രാജ്യഭാരം ഏറ്റെടുത്തോളാം. അതുവരെ നീ രാജ്യഭാരം ഏറ്റെടുക്കണം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്ക വേണമഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്ധവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമ നാഥാ പ്രസീദമേ. മാതാവു തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതൂദയാനിധേ. പാതാവു തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ യത്വയോക്തം മയാ തത്തഥൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമീ താത നിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതീനം വസിക്കുന്നിതോ ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ. ശ്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ.
പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല കേൾ. താതന്ന സത്യാഭയം കൊണ്ടു ചെയ്തതീനേതുമേ ദോഷം പകയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലുമതി ഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരുവടി, സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനുമരുൾ ചെയ്തു. രാജ്യം നിനക്കുമെനിക്കു വിപീനവും, പൂജ്യനാം താതൻ വിധിച്ചിതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യാവിരോധം വരുമെന്നു നിർണയം.